സിനിമകളിലും സീരിയലുകളിലും വർഷങ്ങളായി നിറഞ്ഞു നിൽക്കുന്ന അഭിനേത്രിയാണ് അംബിക മോഹൻ. അമ്മ, അമ്മായിയമ്മ, ചേച്ചി തുടങ്ങിയ റോളുകളിൽ സൂപ്പർ സ്റ്റാറുകളുടെ ഒപ്പം വരെ അംബിക അഭിനയിച്ചു കഴിഞ്ഞു. 300ഓളം സിനിമകൾ താരം ഇതിനോടകം മലയാളത്തിൽ ചെയ്തു. കൂടാതെ മെഗാ സീരിയലുകളിലടക്കം ഗംഭീര വേഷങ്ങൾ ചെയ്തു. സിനിമാ പ്രേമികൾക്ക് അംബിക മീശമാധവനിലെ പിള്ളേച്ചന്റെ ഭാര്യയും സീരിയൽ പ്രേമികൾക്ക് പാരിജാതത്തിലെ അമ്മായിയുമാണ്. ഈ കഥാപാത്രങ്ങളുടെ പേരിലാണ് ആളുകൾ അംബികയോട് സ്നേഹം പ്രകടിപ്പിക്കാൻ എത്തുന്നത്. ചിങ്ങപ്പെണ്ണിന് കണ്ണെഴുതാൻ എന്ന ആൽബത്തിൽ സുരേഷ് ഗോപിയുടെ അമ്മയായി അഭിനയിച്ചുകൊണ്ടാണ് അംബിക മോഹൻ ഈ രംഗത്തേക്ക് കടന്നു വന്നത്. മക്കളെ വിവാഹം ചെയ്തയച്ച് സ്വസ്ഥമായി കഴിയുന്ന കാലത്തായിരുന്നു അംബികയെ തേടി അവസരങ്ങൾ എത്തിയത്. KCB എഞ്ചിനീയറായി റിട്ടയർ ചെയ്ത ചന്ദ്രമോഹനാണ് അംബികയുടെ ഭർത്താവ്. 2 പെൺമക്കൾ ദിവ്യയും റോമിയും. രണ്ടുപേരും ടീച്ചർമാരാണ്. ഇപ്പോൾ അംബികയ്ക്ക് കൂട്ട് അമ്മയാണ്. ചാലക്കുടിയാണ് സ്വന്തം സ്വദേശമെങ്കിലും അമ്മയ്ക്ക് വാർദ്ധക്യ സഹജമായ അസുഖങ്ങൾ പിടിപെട്ടതോടെ ചികിത്സയ്ക്കും ഷൂട്ടിംഗ് ആവശ്യങ്ങൾക്കും എല്ലാമായി എറണാകുളത്താണ് ഇപ്പോൾ അംബികയുടെ താമസം. പോക്കിരി രാജ സിനിമ ചെയ്യുന്ന സമയത്ത് ഒരു അനുഭവമാണ് അംബിക പങ്കുവച്ചത്. പോക്കിരി രാജ ചെയ്യുന്ന സമയത്ത് ഇടവേള ബാബു വിളിച്ചു പറഞ്ഞു, കാസനോവയിലേക്ക് പാസ്പോർട്ട് കോപ്പി അയക്കാൻ. ഞാൻ ചോദിച്ചു, പാസ്പോർട്ടിന്റെ കോപ്പിയോ? എനിക്ക് പാസ്പോർട്ടുമില്ല, ഒന്നുമില്ല. ഞാൻ പറഞ്ഞു, ബാബു എനിക്ക് പാസ്പോർട്ട് ഇല്ല എന്ന്. ദുബായ് വെച്ചാണ് ഷൂട്ട് എന്ന് ബാബു പറഞ്ഞു. ചേച്ചി പെട്ടെന്ന് പോയിട്ട് പാസ്പോർട്ട് റെഡിയാക്കാൻ നോക്കുക എന്നൊക്കെ പറഞ്ഞു. ഞാൻ അവരോട് ചോദിച്ചു, എനിക്ക് ഇങ്ങനെ പാസ്പോർട്ടിന്റെ ആവശ്യത്തിന് വേണ്ടി പോയിട്ട് വരട്ടെ, ഡ്രസ്സൊക്കെ മാറി പോയിട്ട് വരാനുള്ള സമയമൊന്നുമില്ല. മമ്മൂക്ക, പൃഥ്വി എല്ലാവരുമുള്ള വലിയൊരു പടം അല്ലേ നടന്നുകൊണ്ടിരിക്കുന്നത്, പോകാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഞാൻ ആ വേഷത്തിൽ തന്നെ നേരെ പാസ്പോർട്ട് ഓഫീസിൽ പോയി. അപ്പോൾ പാരിജാതം എന്ന സീരിയൽ ഹിറ്റായിട്ട് നിൽക്കുന്ന സമയമാണ്. ഞാൻ പാരിജാതത്തിലെ അമ്മായിയാണ്, എല്ലാവരും പാരിജാതത്തിലെ അമ്മായി വരുന്നു എന്നൊക്കെ പറഞ്ഞു. ഞാൻ അപ്പോൾ അതിന്മേൽ കയറി പിടിച്ചു. ഭയങ്കര ക്യൂ ആണ് അവിടെ. എന്നെ ഒന്ന് അതിന് മുന്നിൽ എത്തിക്കാമോ എന്ന് ഞാൻ അവരോട് ചോദിച്ചു. അവർ നേരെ എത്തിച്ചു. അവിടെ ചെന്നപ്പോൾ എൻ്റെ കയ്യിൽ ഒരു രേഖയുമില്ല. എങ്കിൽ വേണ്ട സാർ, ഞാൻ അഡ്വാൻസ് തിരിച്ചു കൊടുത്തേക്കാം എന്ന് അവിടുത്തെ സാറിനോട് പറഞ്ഞു. പുള്ളി ഒരു കാര്യം പറഞ്ഞു, ഒരു കാര്യം ചെയ്യ്, പഠിച്ച സ്കൂളിൽ നിന്ന് TC വാങ്ങിച്ചു കൊണ്ടുവരാൻ. ഞാൻ സ്കൂളിൽ ചെന്നപ്പോൾ അവർക്ക് ആർക്കും എന്നെ അറിയില്ല. പാരിജാതത്തിലെ അമ്മായി വന്നിരിക്കുന്നു എന്നാണ് അവരും പറയുന്നത്. അങ്ങനെ ഞാൻ അവരോട് കാര്യം പറഞ്ഞ് TC വാങ്ങിച്ചു. അവിടെ കൊണ്ടുകൊടുത്ത് എനിക്ക് 2 ആഴ്ചക്കുള്ളിൽ പാസ്പോർട്ട് കിട്ടിയെന്നും അംബിക പറയുന്നു. വല്ലാണ്ട് ഇങ്ങനെ ടെൻഷൻ അടിച്ച് അതിനെക്കുറിച്ച് ചിന്തിച്ച് മനസ്സിതാക്കൂല. ഞാൻ തന്നെ ഓർക്കും, ഇത് അങ്ങനെ ആക്കിയിട്ട് ഒരു കാര്യമില്ല, നമുക്ക് ശരിക്കും കൊണ്ടുവരണമെങ്കിൽ നമ്മൾ തന്നെ വിചാരിക്കണം. അതെ അതെ അതെ, തീർച്ചയായും. അപ്പൊ പിന്നെ ഈ വെറുതെ ടെൻഷൻ അടിക്കുന്ന നേരത്തെ എന്താണ് ഇതിന്റെ ഒരു പോംവഴി എന്ന് വിചാരിച്ചപ്പോൾ ഞാൻ അതുകൊണ്ട് കുറെ ടെൻഷനുകളൊക്കെ ഞാൻ തന്നെ കളയും. അതെ, ടെൻഷൻ പകുതി നമ്മുടെ ലൈഫിൽ നിന്ന് ഒഴിഞ്ഞാൽ തന്നെ നമുക്കൊരു കുറെ ഇതുണ്ട്. അത്രേ ഉള്ളൂ അങ്ങനത്തെ. ചേച്ചി പിന്നെ പെട്ടെന്നാണെങ്കിൽ പാസ്പോർട്ട് എടുത്തിട്ട് 2-3 ദിവസത്തിനുള്ളിൽ പാസ്പോർട്ട് എടുത്ത് പെട്ടെന്ന് ഒരു ഷൂട്ടിന്റെ ലൊക്കേഷനിൽ പോയി എല്ലാ കഥകളും അറിഞ്ഞിട്ട് പിന്നെ നാട്ടിലേക്ക് വരുന്നു, പിന്നെ ദുബായി പോകുന്നു, പിന്നെ വരുന്നു, പിന്നെ ബാങ്കോക്കിൽ പോകുന്നു, പിന്നെ മലേഷ്യയിൽ പോകുന്നു. എന്താണ് സത്യം പറയാട്ടോ, എനിക്ക് അങ്ങനെ വലിയ സ്വപ്നങ്ങളൊന്നും ഉണ്ടായില്ല. കാരണം എനിക്ക് ഇങ്ങനെ സിനിമ ചെയ്ത് കിട്ടിക്കഴിഞ്ഞപ്പോ എനിക്ക് ഭയങ്കര സന്തോഷമായി. ഹസ്ബൻഡ് എഞ്ചിനീയർ ആയിരുന്നു ഇലക്ട്രിസിറ്റി ബോർഡിൽ. അപ്പൊ നമ്മളെ പുറത്തൊന്നും ഇറങ്ങി ആരും അറിയുന്നില്ല. അതേസമയം നമ്മളൊരു മേഘമൽഹാർ ഫസ്റ്റ് പടം, സെക്കൻഡ് മീശമാധവൻ വന്നു കഴിഞ്ഞിട്ട് അതിന് മുന്നേ എനിക്ക് തോന്നുന്നു എന്റെ ഹൃദയത്തിനുടമ ചെയ്തത്. അല്ല, അത് മീശമാധവന്റെ സമയത്ത് തന്നെ ചെയ്തത്. എന്റെ ഹൃദയത്തിനുടമ അത് ഒന്നിച്ചാണ്. അപ്പൊ ഞാൻ എന്ത് ചെയ്തു, ഇത് നമ്മളെ അറിഞ്ഞു തുടങ്ങി. മീശമാധവനൊക്കെ കഴിഞ്ഞപ്പോ നമ്മളിങ്ങനെ പോകുമ്പോ പിള്ളേച്ചാന്നൊക്കെ വിളിക്കുമ്പോ അതൊക്കെ നമ്മളിങ്ങനെ ഞെട്ടി നോക്കി, നമ്മളൊക്കെ ഇങ്ങനെയൊക്കെ വിളിക്കുവോ എന്നൊക്കെ ഉള്ളതായി നമ്മുടെ. അങ്ങനെ നിൽക്കുന്ന സമയത്ത് അങ്ങനെ പോണം എന്നുള്ള ഒരു ആഗ്രഹം എനിക്കുള്ളൂ. ഞാൻ എനിക്കൊന്നും അപ്പൊ എല്ലാവരും പിന്നെ ഓരോ പടങ്ങൾ വരും, സൈൻ ചെയ്തും അഡ്വാൻസ് ഒക്കെ വാങ്ങും, പടങ്ങൾ പോയി ചെയ്യും. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയം കാസനോവയുടെ കാര്യം പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു, എനിക്ക് ഭയങ്കര സന്തോഷമായി, കാസനോവ നല്ല പടം. അങ്ങനെ ഞാൻ പോക്കിരാജ ചെയ്യുന്ന സമയത്ത് ഇടവേളബാബു വിളിച്ചോന്ന് കാസനോവയിലേക്ക് പാസ്പോർട്ട് അയക്കാൻ കോപ്പി. പാസ്പോർട്ടിന്റെ കോപ്പിയാണ്, എനിക്ക് പാസ്പോർട്ടും ഇല്ല, ഒന്നുമില്ലാത്ത ഞാനവിടെ ഞാൻ വിളിച്ചോണ്ട്, ബാബു എനിക്ക് പാസ്പോർട്ടൊന്നും ഇല്ല. പിന്നെ എന്തിനാണ് എടുത്തത്, ഷൂട്ട് ദുബായിൽ വെച്ചിട്ടാണ് നടക്കുന്നത്. അങ്ങനെ ചേച്ചി പെട്ടെന്ന് പോയിട്ട് പാസ്പോർട്ട് റെഡിയാക്കാൻ നോക്കുന്നത് പറഞ്ഞു. ഞാൻ എവിടെ പോയി പാസ്പോർട്ട്? അപ്പൊ അപ്പുറത്ത് പോക്കിരാജ ഷൂട്ട് നടക്കുന്നത്. അപ്പൊ ഞാൻ അവരോട് പറഞ്ഞു, എനിക്ക് ഇങ്ങനെ പാസ്പോർട്ടിന് വേണ്ടിയിട്ടൊന്ന് പോയാലോ. അപ്പൊ പറഞ്ഞു, ഡ്രസ്സൊക്കെ മാറി പോയിട്ട് വരാനുള്ള സമയമൊന്നുമില്ല, കാരണം മമ്മൂക്ക, പൃഥ്വി എല്ലാവരും ഉള്ള വലിയൊരു പടമല്ലേ നടന്നുകൊണ്ടിരിക്കുന്നത്, പോകാൻ പറ്റത്തില്ല എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഞാൻ ആ വേഷത്തിൽ തന്നെ നേരെ പാസ്പോർട്ട് ഓഫീസ് തിരിച്ചത്. അപ്പൊ ഉണ്ടായൊരു ഗുണം എന്തായെന്ന് അറിയാം, ചിലപ്പോൾ മാറി ഇങ്ങനെയൊക്കെ പോയിരുന്നെങ്കിൽ ആരും മൈൻഡ് പോലും ചെയ്യില്ലല്ലേ. അതെന്താ വെച്ചാ പാരിജാതം സീരിയൽ ഹിറ്റായിട്ട്, അപ്പൊ ഞാൻ പാരിജാതത്തിലെ അമ്മായിയാ. അപ്പൊ എന്റെ ഇത്
പാരിജാതത്തിൽ അമ്മായി വരുന്നു എന്ന് പറഞ്ഞ എല്ലാരും. അപ്പൊ ഞാൻ വിചാരിച്ചു എല്ലാരും ഇങ്ങനെ പറയണ്ടല്ലോ. അപ്പൊ ഞാൻ അതുമേ കയറി പിടിച്ചു. ഞാൻ പറഞ്ഞു അത് അപ്പൊ അരുണ് എന്തെടുക്കുന്നു സീമ, അതൊക്കെ കഥകളൊക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞു എന്നെ ഒന്ന് പാസ്പോർട്ട് ഓഫീസറുടെ മുന്നിലൊന്ന് എത്തിക്കാൻ പറ്റുമെന്ന് ചോദിച്ചു. ഭയങ്കര ക്യൂ ആണ് അവിടെ. അപ്പൊ ഇവരൊന്ന് ഇതിലേ പോകാന്ന് പറഞ്ഞാൽ അവരെന്നെ കൊണ്ട് നേരെ അവിടെ എത്തിച്ചു കഴിഞ്ഞാൽ ഞാൻ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോ എന്താന്ന് ചോദിച്ചു. പറഞ്ഞു സാർ എനിക്ക് പാസ്പോർട്ട് ഇല്ല. അപ്പൊ എന്നോട് ചോദിച്ചു SLC ബുക്ക് ഉണ്ടോ? ഇല്ല സാർ. ഇല്ല, ഞാൻ അവിടെ എടുത്തു കൊടുക്കാൻ ഇനി തപ്പി എടുക്കണ്ടേ മാരേജ് സർട്ടിഫിക്കറ്റ്. ഞാൻ പറഞ്ഞു അയ്യോ സാർ അതൊക്കെ എവിടെയാന്നുള്ളത് ഒരു പിടി. പിന്നെ എന്താ കയ്യിലുള്ള? ഞാൻ പറഞ്ഞു ഇപ്പൊ കയ്യിൽ ഒന്നുമില്ല, കാരണം ഒരു സാധനം ഇല്ല. പിന്നെ അവസാനം എന്നോട് പറഞ്ഞു ഒരു കാര്യം ചെയ്യേ, അങ്ങേര് ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നതാണ്. ഞാൻ പറഞ്ഞു അതിലാണ് സാറിൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞു സാറ് വിഷമിക്കണ്ട, ഇല്ലെങ്കിൽ സാറില്ല, ഞാൻ ഈ അഡ്വാൻസ് തിരിച്ചു കൊടുത്തേക്കാം, സാർ വിഷമിക്കണ്ടെന്ന് പറഞ്ഞു. അപ്പൊ പുള്ളിനോട് പറഞ്ഞു ഒരു കാര്യം ചെയ്യും, പഠിച്ച സ്കൂളറിയാമോ എന്നോട് ചോദിക്കാം. ഞാൻ പിന്നെ 10ാം ക്ലാസ് പഠിച്ചു. ഞാൻ സാർ 10ാം ക്ലാസ് പാസ്സായിട്ടുണ്ട് ഞാൻ. എന്നൊരു കാര്യം, ആ സ്കൂളിൽ പോയിട്ട് അവരുടെ അവിടെ നിന്ന് TC വാങ്ങിക്കൊണ്ടുവരാം. അങ്ങനെ ഞാൻ അവിടെ സ്കൂളിൽ പോയി. അപ്പൊ സ്കൂളിൽ ചെല്ലുമ്പം സ്കൂളിലെ ടീച്ചേഴ്സൊക്കെ മാറി, കാലങ്ങൾ എത്ര കഴിഞ്ഞിരിക്കണം. എന്നെ ഇവിടെ ഞാൻ ചെന്നപ്പോ എല്ലാരും പാരിജാതത്തിലെ അവർക്ക് ആകെ അറിയാവുന്നത് അംബിക അംബിക സ്കൂളിൽ പഠിച്ചതാണോ ഒന്നും അവരാരാന്നോ ഒന്നും അറിയില്ല. പാരിജാതത്തിൽ അവര് വന്നു എന്ന് മാത്രമേ അറിയുള്ളൂ. ഞാൻ വിചാരിച്ചു അതന്നെ വലിയൊരു കാര്യം. നേരെ അവിടെ കയറി ചെന്ന് ഞാൻ പഠിച്ചത് ഇതൊക്കെ പറഞ്ഞ് അങ്ങനെ എനിക്ക് സ്കൂളിൽ നിന്ന് TC തന്നു. ആ TC കൊണ്ട് കൊടുത്ത് എനിക്ക് 1-2 ആഴ്ചയായപ്പോഴേക്കും എനിക്ക് പാസ്പോർട്ട് കിട്ടി. ആ പാസ്പോർട്ട് കിട്ടിയിട്ടുള്ള രസം കേക്ക്, ഫസ്റ്റ് ഷൂട്ട് ദുബായിലാണ്. അപ്പൊ ഞാൻ ദുബായി പോകാനായിട്ട് വലിയ പെട്ടിയൊക്കെ എടുത്തിട്ട് അതിൽ സാധനങ്ങളൊക്കെ അടുക്കി വെച്ച് ആദ്യമായിട്ട് ദുബായിക്ക് പോകല്ലേ. രാത്രി ഉറക്കേ ഇല്ല, ഉറങ്ങാൻ പറ്റുന്നില്ല. കാരണം അവിടെ എങ്ങനെ പോകും, ഫ്ലൈറ്റിൽ കയറുന്നതിനെ കുറിച്ചൊക്കെ ചിന്ത. അങ്ങനെ മോളും മോനും ഒക്കെ വന്നിട്ടുണ്ട്, മോളുടെ ഭർത്താവൊക്കെ വന്നിട്ടുണ്ട്. ഞാൻ പറഞ്ഞു മിക്കവാറും ഞാൻ നാളെ മറ്റന്നാളെ പോകും. അപ്പൊ ബാബു പറഞ്ഞു ഞാൻ വിളിക്കുമ്പോ തന്നെ ചേച്ചി റെഡി ആയിക്കോണം. അപ്പൊ എല്ലാ സാധനവും അങ്ങനെ ഇതെല്ലാം എടുത്തിരിക്കും. ദിവസം രാത്രി നോക്കും വിളിയില്ല. അങ്ങനെ വിളിക്കാണ്ടായിട്ട് 3-4 ദിവസം അങ്ങനെ പോയി. അപ്പൊ ടെൻഷൻ വേറെ ആരെങ്കിലും കയറി പോയോ എന്നുള്ള ടെൻഷൻ. ഇതെല്ലാം അങ്ങനെ വിളിച്ചു കഴിഞ്ഞ് ശങ്കറും ഞാനും കൂടെ ഒന്നിച്ചാ പോണ്ടത്. സന്തോഷമായിട്ട് ഇമ്മ രാത്രി വിളിച്ചു ചേച്ചി നാളെ കയറണ്ട, മറ്റന്നാ കയറിയാൽ മതി എന്ന് പറഞ്ഞു. അന്ന് ശങ്കറൊക്കെ കയറിപ്പോയി. പിറ്റേ ദിവസം ഞാൻ ഒറ്റയ്ക്ക് ഈ പെട്ടിയും പിടിച്ചിട്ട് ഞാൻ എയർപോർട്ടിൽ വന്നിട്ട് എനിക്ക് ഇത് എന്ത് ചെയ്യണമെന്ന് അറിയുന്നില്ലല്ലോ. അപ്പൊ ഞാൻ ബാബുവിനെ വിളിച്ചിട്ട് ബാബു ഞാൻ എയർപോർട്ടിൽ നിൽക്കും, ഞാൻ എങ്ങോട്ട് പോകണം, എന്റെ കൂടെ ഒരു ക്യാമറയും തന്നിട്ടുണ്ട്. അപ്പൊ ചേച്ചി ഒന്നും ചെയ്യണ്ട, അവിടെ ഞാൻ ഒരാൾ വരും, ചേച്ചിനെ അവരെ അങ്ങോട്ട് കൊണ്ടുപോകും. അങ്ങനെ ഞാൻ ഫസ്റ്റ് കാസിനോട് ഷൂട്ടിന് ദുബായിലേക്ക് എത്തി. പിന്നെ ഞാൻ ദുബായിൽ എത്തി കഴിഞ്ഞിട്ട് അവിടെ നിന്നാണ് ഞാൻ സെവൻസിന് അഡ്വാൻസ് വാങ്ങി വെച്ചിട്ടുണ്ട്. സെവൻസ് അത് ചെയ്യണം, തിരിച്ചു വരണം. സെവൻസ് ചെയ്യണമെങ്കിൽ വിളിച്ചു സെവൻസിന്റെ ഷൂട്ടാണ് വരണം, ഡേറ്റ് ഒക്കെ തന്നു. അപ്പൊ എനിക്ക് അവിടെ നിന്ന് പോരണ്ടേ. അപ്പൊ ഞാൻ അവിടെ നിന്ന് സെവൻസിന്റെ ഷൂട്ട് അവിടെ നിന്ന് ആ ഷൂട്ടിന് വേണ്ടി ഞാൻ തിരിച്ച് കോഴിക്കോട് വരുന്നു. ഫ്ലൈറ്റിലാട്ടോ സന്തോഷങ്ങള് വന്നു. സെവൻസ് കഴിഞ്ഞിട്ട് വീണ്ടും ഞാൻ കാസിനോയ്ക്ക് വേണ്ടിട്ട് ദുബായി പോയി. ഈ പാസ്പോർട്ട് അത് കഴിഞ്ഞിട്ട് അവിടെ ഷൂട്ട് കഴിഞ്ഞ് തിരിച്ചു വരുമ്പോ പറഞ്ഞു അടുത്ത ഷൂട്ട് ബാങ്കോക്ക് ആണ്. അമ്പോ നമ്മുടെ കത്തല്. പിന്നെ ഇതേ പോണു ബാങ്കോക്ക്. പിന്നെ മക്കളോടൊക്കെ പറഞ്ഞു ഇനി ചിലപ്പോ ഞാൻ പല സ്ഥലങ്ങളിലും നിങ്ങൾക്ക് കാണാൻ കിട്ടുമ്പോ. അതൊക്കെ കഴിഞ്ഞ് വന്ന് ബാങ്കോക്ക് അടിച്ചു പൊളിച്ചു വന്ന് നല്ല വർക്കായിരുന്നു, നല്ല രസമായിട്ട് പോയത്. കുറെ കുട്ടികളൊക്കെ ആയിട്ട് നല്ല രസമായിട്ട്. അന്നാണ് റോമ ഞാനും കൂടെ ഭയങ്കര കൂട്ടായിരുന്നു. അപ്പൊ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഇവിടെ വന്നു. കഴിഞ്ഞപ്പോ പറഞ്ഞു ചേച്ചി പിന്നെ ഇവിടെ ബാങ്കോക്ക് കഴിഞ്ഞ് വന്നപ്പോഴാണ് എന്നോട് പറഞ്ഞേ കൗബോയ് എന്ന് പറഞ്ഞൊരു പടം മലേഷ്യയിൽ ഷൂട്ട്, പാസ്പോർട്ട് ഇല്ലേ ചേച്ചിക്ക്? ഞാൻ പിന്നെ നേരെ പോണു കൗബോയ് ഷൂട്ട്. ഞാന് ലേന ആസിഫ് അങ്ങനെ ഞങ്ങളെല്ലാരും ഒരു ഗാങ് ആയിട്ട് നേരെ ഇർഷാദ് ഒക്കെ കൂടെ മലേഷ്യ. അവിടെ പോയി കുറച്ച് ദിവസം ഷൂട്ട് കഴിഞ്ഞ് തിരിച്ചു വന്നു. ഫസ്റ്റ് ഷോ വന്ന് അതാണ് ദൈവത്തിന്റെ ഒരു ഭാഗ്യം. ഞാൻ പറഞ്ഞ എനിക്കെന്ന് പറഞ്ഞ ഒരിക്കൽ പോലും കിട്ടാത്ത ഓരോ കാര്യങ്ങളാണ്. ഇവിടെ വന്നൊരു 4 മാസം കഴിഞ്ഞപ്പോൾ എന്നെ USA ഒരു ഷോയ്ക്ക് വിളിക്കുന്നു. അപ്പൊ ഞാൻ USA എന്നിട്ട് പറയുന്നു 9 രാജ്യങ്ങളുണ്ട്. എന്റെ ദൈവം USA 9. അങ്ങനെ USA പോയി. അത് കഴിഞ്ഞ് സിംഗപ്പൂർ പോയി, ഓസ്ട്രേലിയ പോയി, പോയി. USA തന്നെ 9 വർഷം പോയി. ഇതൊക്കെയാണ് നമ്മുടെ ജീവിതത്തില് ഈ പാസ്പോർട്ട് ലക്കായിട്ട് കിട്ടിയത്. ഞാൻ എടുത്ത ആളോട് ഞാൻ പ്രാർത്ഥിക്കാം, തന്ന ആള് നന്നായി വരട്ടെ. കാരണം അദ്ദേഹത്തിന്റെ കൈ നല്ലൊരു കൈ.